ട്രംപിന്റെ നേതൃത്വത്തിലുള്ള അമേരിക്കൻ ഭരണകൂടം ഇപ്പോൾ യമനിലെ ഹൂത്തികൾക്ക് നേരെ അതിശക്തമായ ആക്രമണമാണ് നടത്തിയിരിക്കുന്നത്. ആദ്യ ആക്രമണം തന്നെ ഏകദേശം 60ഓളം ലക്ഷ്യങ്ങളെയാണ് ആക്രമിച്ചത് എന്നാണ് അമേരിക്ക പറയുന്നത്. ഇതിൽ 30-ൽ ചില്ലാനും യമനികൾ മരണപ്പെട്ടിട്ടുണ്ട്. എന്നാൽ ഇതിൽ പ്രധാനപ്പെട്ട ചില ഹൂത്തി നേതാക്കളും വധിക്കപ്പെട്ടിട്ടുണ്ട് എന്നാണ് അമേരിക്ക അവകാശപ്പെടുന്നത്. യമനിന്റെ ഭാഗത്തുനിന്ന് സ്ഥിരീകരണങ്ങളൊന്നും ഉണ്ടായിട്ടില്ല. എന്നാൽ അതിനുശേഷം 24 മണിക്കൂർ കഴിയുന്നതിന് മുമ്പ് തന്നെ അതിശക്തമായ പ്രത്യാക്രമണമായിരുന്നു യമനിലെ ഹൂത്തികളിൽ നിന്ന് ഉണ്ടായത്. അമേരിക്കയുടെ US ഹാരി ട്രൂമാൻ എന്നറിയപ്പെടുന്ന എയർക്രാഫ്റ്റ് കാരിയർ വിമാനവാഹിനി കപ്പലിന് നേരെയാണ് ആക്രമണമുണ്ടായത്. 18ഓളം മിസൈലുകളും ഡ്രോണുമെല്ലാം ഉപയോഗിച്ചുകൊണ്ടാണ് ഈ ആക്രമണം ഉണ്ടായത് എന്ന് ഹൂത്തികളുടെ നേതാവ് യഹ്യ സരീഖ് കഴിഞ്ഞ രാത്രി അദ്ദേഹത്തിന്റെ പ്രസ്താവനയിൽ സൂചിപ്പിച്ചു. ഈ ആക്രമണം ഉണ്ടായതിന് തൊട്ടു പിന്നാലെ തന്നെ അമേരിക്ക വീണ്ടും ആക്രമണം നടത്തുകയായിരുന്നു. എന്നാൽ ആ ആക്രമണങ്ങൾക്ക് തിരിച്ചടിയായി ഹൂത്തികൾ വീണ്ടും ആക്രമിച്ചിരിക്കുകയാണ്. ഈ കപ്പലിന് നേരെ ഹാരി ട്രൂമാൻ നേരെ രണ്ടാമത്തെ ആക്രമണം ഏകദേശം പ്രഭാതത്തോട് അടുത്ത സമയമാണ് നടന്നിട്ടുള്ളത്. എന്നാൽ ആക്രമണത്തിൽ കപ്പലുകൾക്ക് കേടുപാട് ഉണ്ട്, ലക്ഷ്യത്തിൽ പതിച്ചു എന്നും ഇല്ല എന്നുമൊക്കെയുള്ള വാർത്തകൾ സോഷ്യൽ മീഡിയയിലൂടെ പ്രചരിച്ചു കൊണ്ടിരിക്കുകയാണ്. ഇനി ഇതിനുശേഷം അമേരിക്ക വീണ്ടും ഈ കപ്പൽ ഉപയോഗിക്കുമ്പോൾ മാത്രമാണ് നമുക്ക് എന്തെല്ലാമാണ് കപ്പലുകൾക്ക് സംഭവിച്ചത് എന്ന് പറയാൻ സാധിക്കുകയുള്ളൂ. നിലവിൽ ഉപയോഗിക്കുന്നതിന് തടസ്സമുണ്ടാകുന്ന വല്ല രീതിയിലുള്ള ആക്രമണങ്ങളും സംഭവിച്ചിട്ടുണ്ട് എങ്കിൽ തീർച്ചയായും ഇവിടെ നിന്ന് മാറ്റി മറ്റൊരു കപ്പൽ ഇവിടേക്ക് എത്തിക്കേണ്ട സാഹചര്യം ഉണ്ടായിരിക്കും. എന്നാൽ ഹൂത്തികൾ ഇതുവരെ ഇസ്രായേലിന്റെ കപ്പലുകളെയാണ് ആക്രമിക്കുമെന്ന് പറഞ്ഞിരുന്നത്. അവർ ഇന്ന് അമേരിക്കൻ കപ്പലുകൾക്ക് നേരെയും ആക്രമിക്കും എന്ന് പ്രഖ്യാപിച്ചിരിക്കുകയാണ്. അമേരിക്കയുടെ ഏതെല്ലാം ചരക്ക് കപ്പലുകളോ മറ്റോ ഏതായാലും ശരി, അമേരിക്കൻ കപ്പലുകളെ എല്ലാം ലക്ഷ്യം വെക്കുമെന്നാണ് ഇപ്പോൾ ഹൂത്തികളുടെ നേതാവ് പ്രഖ്യാപിച്ചിരിക്കുന്നത്. അതോടൊപ്പം തന്നെ എടുത്തു പറയേണ്ട മറ്റൊരു കാര്യം, ഈ ഹൂത്തികളുടെ ആക്രമണങ്ങൾക്ക് പ്രചോദനം നൽകുന്നതും ട്രെയിനിങ് നൽകുന്നതും ഇറാനാണ് എന്ന് അമേരിക്ക ആരോപിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഇറാന്റെ കപ്പലുകളോ അല്ലെങ്കിൽ ഇറാൻ ട്രെയിനിങ് നൽകുന്ന ഏതെങ്കിലും വ്യക്തികളൊക്കെ യമനിന്റെ പരിസരങ്ങളിൽ ഉണ്ടെങ്കിൽ അത് ആക്രമണത്തിന് വിധേയമാകുമെന്ന് അമേരിക്കൻ സെക്രട്ടറി ഇന്ന് പറഞ്ഞിട്ടുണ്ട്. ഈ ആക്രമണം ഇറാനിലേക്ക് കൂടെ വ്യാപിക്കുമോ എന്നതാണ് ഇതിൽ നിന്ന് നാം ഭയപ്പെടുന്നത്. ഇറാന്റെ ഏതെങ്കിലും കപ്പലുകൾക്ക് നേരെ അമേരിക്ക ആക്രമിക്കുന്ന സാഹചര്യം ഉണ്ടായാൽ അതൊരു പക്ഷേ ഇറാൻ തിരിച്ചടിക്കാനുള്ള സാഹചര്യം ഉണ്ടാകും. അങ്ങനെ വരുമ്പോൾ ഇറാൻ, ഇസ്രായേൽ, അതുപോലെ അമേരിക്കൻ കപ്പലുകൾ ഇതൊക്കെ ആയിരിക്കും ഇറാന്റെ മുന്നിലുള്ള ലക്ഷ്യങ്ങൾ എന്ന് നമുക്കറിയാം. ഇതോടുകൂടെ പ്രവിശ്യയിൽ വലിയ യുദ്ധത്തിലുള്ള സാധ്യത ഉണ്ടാകും. എന്നാൽ അമേരിക്കയുടെ ഈ ആക്രമണങ്ങൾക്ക് UAEയും സൗദി അറേബ്യയും സഹായം നൽകി അവരുടെ ബേസുകൾ ഉപയോഗിക്കാനുള്ള സാഹചര്യം ഉണ്ടായിട്ടുണ്ട് എന്ന് യമനിലെ ഹൂത്തികൾ ആരോപിച്ചു. അങ്ങനെയുള്ള സാഹചര്യം ഉണ്ടായാൽ തീർച്ചയായും അത് സൗദി അറേബ്യയും ഇമാറാത്തിനെയും ആക്രമിക്കും എന്ന രീതിയിലാണ് ഹൂത്തികളുടെ പ്രസ്താവന ഉണ്ടായിരിക്കുന്നത്. ഹൂത്തികളുടെ നേതാവ് പറഞ്ഞിരിക്കുന്നത്, അമേരിക്കയെ ഞങ്ങൾ ആക്രമിക്കുമ്പോൾ അവരെ കപ്പലുകളെ ഞങ്ങൾക്ക് ആക്രമിക്കാൻ കഴിയുകയുള്ളൂ. പക്ഷേ UAEയും അതുപോലെ സൗദി അറേബ്യക്ക് ആക്രമണത്തിൽ പങ്കെടുത്തു കഴിഞ്ഞാൽ നിങ്ങളുടെ നൂറുകണക്കിന് ലക്ഷ്യങ്ങൾ ഞങ്ങളുടെ മുന്നിൽ വളരെ സിമ്പിളായി നിലനിൽക്കുകയാണ്. അതുകൊണ്ട് കരുതിയിരിക്കണമെന്നാണ് ഓർമ്മപ്പെടുത്തിയിട്ടുള്ളത്. യഥാർത്ഥത്തിൽ യമനിനെ ആക്രമിക്കാൻ സൗദി അറേബ്യയെ ഉപയോഗിക്കുകയാണെങ്കിൽ എയർക്രാഫ്റ്റ് കാരിയറുകൾ, വിമാനവാഹിനി കപ്പലുകൾ ഉപയോഗിക്കേണ്ട സാഹചര്യം അമേരിക്കയ്ക്കില്ല. പക്ഷെ ഇങ്ങനെ കപ്പലുകൾ ഉപയോഗിച്ച് ആക്രമിക്കാനുള്ള കാരണം സൗദി അറേബ്യയിൽ നിന്നുള്ള കൃത്യമായ അനുമതി ഇല്ലാത്തത് തന്നെയായിരിക്കും. കാരണം സൗദി അറേബ്യ ഭീഷണി നേരിടുമോ എന്ന സാഹചര്യം തന്നെയായിരിക്കും കപ്പലുകൾ ഉപയോഗിക്കാൻ അമേരിക്കയെ പ്രേരിപ്പിക്കുന്നത്. എന്തായാലും വലിയ രൂപത്തിലുള്ള പ്രതിസന്ധി തന്നെയാണ് ഇപ്പോൾ മിഡിൽ ഈസ്റ്റിൽ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. ഈ ആക്രമണം, ട്രംപ് വന്നതിന് ശേഷമുള്ള ഈ ശക്തമായ ആക്രമണം, ബൈഡൻ ഭരണകൂടം യമനിനെ ആക്രമിച്ചതിലേറെ എത്രയോ ശക്തമായ ആക്രമണമാണ് കഴിഞ്ഞ ദിവസം ഉണ്ടായിരിക്കുന്നത്. രണ്ടാമത്തെ ആക്രമണത്തിലുണ്ടായ അപകടങ്ങൾ കൂടി പരിഹരിക്കുമ്പോൾ ഏകദേശം 52-ലധികം യമനികൾ മരണപ്പെട്ടു എന്നാണ് വാർത്ത വരുന്നത്.